എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ വാങ്ഖഡെ സ്റ്റേഡിയത്തിൽ IPL 2026ന്റെ 20ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ആരാധകരുടെ ശ്വാസം നിലച്ചുപോകുന്ന ഒരു ഹൈ സ്കോറിംഗ് ത്രില്ലറിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വാങ്ഖഡയിലെ ചുവന്ന മണ്ണിന്റെ പ്രത്യേകതയും രാത്രിയിലെ മഞ്ഞിന്റെ സ്വാധീനവും കണക്കിലെടുത്ത് ആദ്യം ബോൾ ചെയ്യാൻ തന്ത്രപരമായ തീരുമാനമെടുത്തു. നീലയും ചുവപ്പും നിറങ്ങളാൽ ഒരു കടൽ പോലെ ഇളകിമറിയുകയായിരുന്നു വാങ്ഖഡയപ്പോൾ. അമ്പയർമാർ മത്സരം ആരംഭിക്കാൻ സൂചന നൽകിയ നിമിഷം മുതൽ മൈതാനത്തരങ്ങേറിയത് കാണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന നാടകീയ മുഹൂർത്തങ്ങളായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഓപ്പണിംഗ് ബാറ്റർമാരിലൊരാളായ ഫിൽ സാൾട്ടും ക്രിക്കറ്റ് ലോകത്തെ അനിഷേധ്യ രാജാവായ വിരാട് കോഹ്ലിയും ബംഗളൂരുവിനായി ഇന്നിംഗ്സ് തുറക്കാൻ ക്രീസിലേക്ക് നടന്നെടുത്തപ്പോൾ സ്റ്റേഡിയത്തിലാകെ ഒരു വൈദ്യുത തരംഗം അലയടിച്ചു. മുംബൈക്ക് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തിയത് ലോകപ്രശസ്ത ന്യൂസിലൻഡ് സ്വിംഗ് മാസ്റ്റർ ട്രെന്റ് ബോൾട്ടായിരുന്നു. ഓവറിലെ മൂന്നാമത്തെ പന്തിൽ തന്നെ തന്റെ മാന്ത്രിക കൈത്തണ്ടകളുടെ അവിശ്വസനീയമായ ചലനത്തിലൂടെ ബോൾട്ടിന്റെ ഒരു തകർപ്പൻ ഇൻസ്വിംഗറിനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മിഡ് വിക്കറ്റിനു മുകളിലൂടെ കോഹ്ലി സിക്സറിലേക്ക് പറത്തി. അന്ന് രാത്രിയിലെ ആദ്യ സിക്സർ. ഇതേ ഓവറിലെ 5ാം പന്തിൽ ഫിൽ സാൾട്ടും തന്റെ വെടിക്കെട്ടിന് തുടക്കമിട്ടു. ഒരു കിടിലൻ കട്ട് ഷോട്ടിലൂടെ സാൾട്ട് ബൗണ്ടറി നേടി. 2ാം ഓവർ എറിയാൻ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നേരിട്ടെത്തിയെങ്കിലും സാൾട്ട് അന്ന് മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഓഫ് സൈഡിലൂടെ ഒരു കൂറ്റൻ ബൗണ്ടറി പായിച്ചാണ് ഹാർദിക്കിനെ വരവേറ്റത്. 3ാം ഓവറിൽ ബോൾട്ട് തിരിച്ചെത്തിയപ്പോൾ ക്രീസ് അതിവിദഗ്ധമായി ഉപയോഗിച്ച് മുന്നോട്ട് കയറി മിഡ് ഓഫിനു മുകളിലൂടെ കോഹ്ലി ഒരു കോപ്പി ബുക്ക് ബൗണ്ടറി നേടി. പിന്നാലെ സാൾട്ടിന്റെ വക ഒരു കൂറ്റൻ സിക്സർ കൂടി വന്നതോടെ റൺ റേറ്റ് റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. 4ാം ഓവറിൽ തന്റെ ഏറ്റവും വലിയ ആയുധമായ ജസ്പ്രീത് ബുംറയെ ഹാർദിക് ആക്രമണത്തിന് നിയോഗിച്ചു. ബുംറ ഒരു സ്ലോവർ ബൗൺസർ എറിഞ്ഞെങ്കിലും കോഹ്ലിയുടെ ബാറ്റിലെ ഔട്ട്സൈഡ് എഡ്ജിൽ തട്ടി പന്ത് തേർഡ് മാനിന് മുകളിലൂടെ അതിർത്തി കടന്നു. എന്നാൽ 5ാം ഓവറിൽ സ്പിന്നർ മിച്ചൽ സാന്റ്നർ പന്തെറിയാനെത്തിയപ്പോഴാണ് മത്സരത്തിലെ യഥാർത്ഥ വെടിക്കെട്ട് അരങ്ങേറിയത്. തുടർച്ചയായി 3 കൂറ്റൻ സിക്സറുകളും ഒരു ബൗണ്ടറിയും ഉൾപ്പെടെ ആ ഒറ്റ ഓവറിൽ നിന്ന് 22 റൺസാണ് സാൾട്ട് അടിച്ചെടുത്തത്. സാൾട്ടിന്റെ ഈ രുദ്രരൂപം കണ്ട് വാങ്ഖഡയിലെ നിശബ്ദത പൂർണ്ണമായും ഉന്മാദകരമായ ഒരു ആരവമായി മാറി. 8ാം ഓവറിൽ ലെഗ് സ്പിന്നർ മായങ്ക് മാർക്കണ്ടേക്കെതിരെ 3 ബൗണ്ടറികളും ഒരു പടുകൂറ്റൻ സിക്സറും പറത്തി വെറും 25 പന്തുകളിൽ നിന്ന് സാൾട്ട് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 9ാം ഓവറിൽ ഒരു വൈഡ് കോളിനായി കോഹ്ലി റിവ്യൂ എടുത്ത നാടകീയ നിമിഷത്തിനും വാങ്ഖഡെ സാക്ഷ്യം വഹിച്ചു. എന്നാൽ അൾട്രാ എഡ്ജും മാർഗനിർദ്ദേശങ്ങളും മുംബൈക്ക് അനുകൂലമായതോടെ RCBക്ക് ആ റിവ്യൂ നഷ്ടമായി. 10ാം ഓവറിൽ ഹാർദിക്കിന്റെ ലോ ഫുൾ ടോസിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ 98 മീറ്റർ ദൂരത്തേക്ക് സാൾട്ട് അടിച്ചു പറത്തിയത് ഹാർദിക്കിനെ പോലും സ്തബ്ധനാക്കി. വാങ്ഖഡയിലെ ആ കൊടും ചൂടിൽ ബംഗളൂരുവിന്റെ ഇന്നിംഗ്സ് അതിന്റെ പാരമ്യത്തിൽ നിൽക്കെയാണ് 11ാം ഓവറിൽ മത്സരത്തിലെ ആദ്യത്തെ വഴിത്തിരിവുണ്ടായത്. മുംബൈയുടെ പാൽഘർ എക്സ്പ്രസ് ഷർദുൽ ഠാക്കൂർ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു വൈഡ് ഫുൾ ഡെലിവറി എറിഞ്ഞു. ആക്രമിക്കാൻ കളിക്കാൻ ഉറച്ചുനിന്ന സാൾട്ട് പന്ത് കവറുകൾക്ക് മുകളിലൂടെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച് ക്യാപ്റ്റൻ ഹാർദിക്കിന്റെ കൈകളിൽ ഒതുങ്ങി. സാൾട്ടിന് ശേഷം ക്രീസിലെത്തിയ RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ താൻ വന്നതുകൊണ്ട് റൺസിന്റെ ഒഴുക്കിന് ഒരു കുറവുമുണ്ടാകില്ലെന്ന് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി വ്യക്തമാക്കി. ഈ മത്സരത്തിലെ ഏറ്റവും രോമാഞ്ചകരമായ നിമിഷങ്ങൾ അരങ്ങേറിയത് 12ാം ഓവറിലാണ്. മായങ്ക് മാർക്കണ്ടേക്കെതിരെ ഒരു ഭീമാകാരം സിക്സർ പറത്തിയ പാട്ടിദാറിനെ തുടർന്ന് അടുത്ത പന്തിൽ ഗൂഗ്ലി കൃത്യമായി മനസ്സിലാക്കി മുട്ടുകുത്തി നിന്നുകൊണ്ട് അദ്ദേഹം അടിച്ച പന്ത് ചെന്നു വീണത് വാങ്ഖഡയുടെ 2ാം ടിയറിലായിരുന്നു. ഒരു കൂറ്റൻ മോൺസ്റ്റർ സിക്സർ. 3ാം പന്തിൽ അവിശ്വസനീയമായ ഒരു റിവേഴ്സ് സ്വീപ്പിലൂടെ അദ്ദേഹം തന്റെ ഹാട്രിക് ബൗണ്ടറി പൂർത്തിയാക്കി. 12 ഓവർ പൂർത്തിയാകുമ്പോൾ ബംഗളൂരു 1-144 എന്ന ചരിത്രപരമായ സ്കോറിലെത്തിയിരുന്നു. 13ാം ഓവറിൽ ഷർദുൽ ഠാക്കൂറിനെതിരെ പാട്ടിദാർ തന്റെ ആക്രമണം കൂടുതൽ കടുപ്പിച്ചു. ഒരു ബൗണ്ടറിയും ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ ഗാലറിയിലെത്തിയ ഒരു സിക്സറും അദ്ദേഹം സ്വന്തമാക്കി. 14ാം ഓവറിൽ ട്രെന്റ് ബോൾട്ടിനെതിരെ ലോങ് ഓണിന് മുകളിലൂടെ കൂറ്റൻ സിക്സർ പായിച്ച് പാട്ടിദാർ റൺ മഴ പെയ്യിച്ചു. 15ാം ഓവറിൽ 37 പന്തുകളിൽ നിന്ന് കോഹ്ലി തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയെങ്കിലും ഹാർദിക്കിന്റെ ഒരു ഫുൾ ടോസിൽ ലോങ് ഓണിൽ സൂര്യകുമാർ യാദവിന്റെ കൈകളിലൊതുങ്ങി. തുടർന്ന് സ്ഫോടനാത്മക ബാറ്റ്സ്മാനായ ജിതേഷ് ശർമ്മ ക്രീസിലെത്തി. 16ാം ഓവറിൽ മിച്ചൽ സാന്റ്നർക്കെതിരെ 5 കൂറ്റൻ സിക്സറുകളും 4 കിടിലൻ ബൗണ്ടറികളും ഉൾപ്പെടെ വെറും 17 പന്തുകളിൽ നിന്ന് പാട്ടിദാർ തന്റെ കൊടുങ്കാറ്റായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ ഇതേ ഓവറിലെ അവസാന പന്തിൽ അപ്രതീക്ഷിതമായി പാട്ടിദാർ തിലക് വർമ്മയ്ക്ക് ക്യാച്ച് നൽകി മടങ്ങി. പാട്ടിദാറിന്റെ മടക്കത്തിനു ശേഷം ഓസ്ട്രേലിയൻ പവർ ഹിറ്റർ ടിം ഡേവിഡും ജിതേഷ് ശർമ്മയും ഒത്തുചേർന്നു. ബുംറയെ ബൗണ്ടറി കടത്തി ജിതേഷ് ബംഗളൂരുവിനെ 200 കടത്തി. 18ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയപ്പോൾ ടിം ഡേവിഡ് ഒരു ബൗണ്ടറിയോടെ വരവേറ്റു.
തൊട്ടടുത്ത പന്ത് ഹാർദിക്കിന്റെ കൈകളിൽ നിന്ന് വഴുതിമാറി ഒരു ഹൈ ഫുൾ ടോസുമായി മാറി. ഈ സമ്മാനം സ്വീകരിച്ച ഡേവിഡ് ഒരു പടുകൂറ്റൻ മോൺസ്റ്റർ സിക്സറിലൂടെ പന്ത് നേരെ സ്റ്റാൻഡ്സിന്റെ മുകൾ തട്ടിലെത്തിച്ചു. ഇതിനിടെ കടുത്ത ചൂടും ഈർപ്പവും അമിതമായ ക്ഷീണവും കാരണം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പെട്ടെന്ന് തലകറക്കം അനുഭവിച്ച് മൈതാനത്ത് വേച്ചുപോയി. മെഡിക്കൽ ടീം ഓടിയെത്തി പരിശോധനകൾ നടത്തിയ ശേഷം അപാരമായ ധൈര്യം സംഭരിച്ച് ഹാർദിക് തന്റെ ഓവർ പൂർത്തിയാക്കി. എന്നാൽ ടിം ഡേവിഡിന് യാതൊരു അലിവുമുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ഓവറിൽ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെ പോലും നിസ്സഹായനാക്കി ഡേവിഡ് കൂറ്റൻ സിക്സറും ബൗണ്ടറിയും പറത്തി. ഇന്നിംഗ്സ് അതിന്റെ അവസാന ഓവറിലേക്ക് കടന്നപ്പോൾ കാണികളുടെ ആവേശം ആകാശത്തോളം ഉയർന്നിരുന്നു. ട്രെന്റ് ബോൾട്ട് എറിഞ്ഞ 20-ാം ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തീതുപ്പുന്ന ഒരു യോർക്കറിൽ ജിതേഷ് ശർമ്മ LBW ആയി മടങ്ങി. തുടർന്ന് റൊമാരിയോ ഷെപ്പേർഡ് ക്രീസിലെത്തി. എന്നാൽ ആ രാത്രിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവസാന പന്തിലായിരുന്നു. ബോൾട്ടിന്റെ യോർക്കർ ശ്രമം പിജാച്ച് സ്ലോട്ടിൽ വീണപ്പോൾ തന്റെ അവിശ്വസനീയമായ റീച്ച് ഉപയോഗിച്ച് ഡേവിഡ് ആ പന്തിനെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറിലേക്ക് പറത്തി. ഈ അന്തിമ പ്രഹരത്തോടെ നിശ്ചിത 20 ഓവറിൽ 4-ന് 240 എന്ന വമ്പൻ സ്കോർ RCB പടുത്തുയർത്തി. വെറും 16 പന്തിൽ നിന്ന് 34 റൺസാണ് ഡേവിഡ് അടിച്ചെടുത്തത്. RCB ബാറ്റ്സ്മാൻമാർ വാങ്കഡയിലെ ചുവന്ന മണ്ണിൽ റൺസിന്റെ ഒരു സുനാമി തന്നെയാണ് സൃഷ്ടിച്ചത്. എന്നാൽ 241 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയപ്പോൾ വാങ്കഡെ സ്റ്റേഡിയം വീണ്ടും ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ കാത്തുനിൽക്കുകയായിരുന്നു. മുംബൈയുടെ പ്രതീക്ഷകളുടെ ഭാരം മുഴുവൻ ചുമലിലേറ്റി സാക്ഷാൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ദക്ഷിണാഫ്രിക്കൻ താരം റയാൻ റിക്കൾട്ടണും ക്രീസിലെത്തി. RCBക്ക് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തിയത് ജേക്കബ് ഡഫിയായിരുന്നു. എന്നാൽ ഡഫിയുടെ മൂന്നാമത്തെ പന്തിൽ തന്നെ ഒരു കൂറ്റൻ സിക്സറോടെ റിക്കൾട്ടൺ മുംബൈയുടെ ഉദ്ദേശ്യം എന്താണെന്ന് വ്യക്തമാക്കി. ആ ഓവറിലെ അവസാന പന്തിലും റിക്കൾട്ടൺ ബൗണ്ടറി കണ്ടെത്തി. ഭുവനേശ്വർ കുമാറിന്റെ രണ്ടാം ഓവറിൽ തന്റെ മാന്ത്രിക സ്പർശമുള്ള ഫ്ലിക്കിലൂടെ റിക്കൾട്ടൺ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ വീണ്ടും സിക്സർ പറത്തിയപ്പോൾ വാങ്കഡയിൽ പ്രതീക്ഷയുടെ അലയൊലികൾ ഉയർന്നു. മൂന്നാം ഓവറിൽ ഡഫിക്കെതിരെ റിക്കൾട്ടൺ തന്റെ സംഹാര താണ്ഡവം തുടരുകയും ഒരു ഫോറും ഗാലറിയിലെത്തിച്ച ഒരു ഫ്ലാറ്റ് സിക്സറും നേടുകയും ചെയ്തു. അഞ്ചാം പന്തിൽ രോഹിത് ശർമ്മയും തന്റെ ആയുധമെടുത്ത് പ്രയോഗിച്ചു. ഡഫിക്കെതിരെ ക്രീസിന് വെളിയിലിറങ്ങി മിഡ് വിക്കറ്റിന് മുകളിലൂടെ രോഹിത് പറത്തിയ സിക്സർ സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. നാലാം ഓവറിൽ പന്തെറിയാനെത്തിയ റാസിക് സലാം ദാറിനെയും രോഹിത് വെറുതെ വിട്ടില്ല. മിഡ് ഓണിന് മുകളിലൂടെ പന്ത് അതിർത്തി കടന്നു. അഞ്ചാം ഓവറിൽ മുൻ മുംബൈ താരം കൂടിയായ കൃണാൽ പാണ്ഡ്യ തന്റെ മികച്ച ബൌളിംഗ് പ്രകടനം പുറത്തെടുത്തെങ്കിലും അവസാന പന്തിൽ രോഹിത് ഒരു മനോഹരമായ കട്ട് ഷോട്ടിലൂടെ ബൗണ്ടറി നേടി. എന്നാൽ ഇതിനിടയിലാണ് മുംബൈ ആരാധകരുടെ നെഞ്ചകം തകർത്ത ആ മഹാദുരന്തം സംഭവിച്ചത്. വെറും 13 പന്തിൽ 2 ഫോറുകളും ഒരു സിക്സറുമടക്കം 19 റൺസെടുത്ത് അപകടകാരിയായി മാറിക്കൊണ്ടിരുന്ന സാക്ഷാൽ രോഹിത് ശർമ്മ പരിക്കേറ്റ് റിട്ടയർഡ് ഹേർട്ടായി മൈതാനം വിട്ടു. രോഹിത്തിന്റെ ഈ അപ്രതീക്ഷിത മടക്കം മുംബൈയുടെ ക്യാമ്പിൽ വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. രോഹിത്തിന് പകരം ക്രീസിലെത്തിയ മിസ്റ്റർ 360 സൂര്യകുമാർ യാദവ് നേരിട്ട ആദ്യ പന്തിൽ തന്നെ റാസിക് സലാം ദാറിനെതിരെ മികച്ച ലോൺ ഡ്രൈവിലൂടെ തന്റെ വരവറിയിച്ചു. സ്കോർ ബോർഡ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 8-ാം ഓവറിൽ സ്പിന്നർ സുയാഷ് ശർമ്മ പന്തെറിയാനെത്തിയതോടെ മത്സരത്തിന്റെ തലവര മാറിമറിഞ്ഞു. വെറും 22 പന്തിൽ 3 വീതം സിക്സറുകളും ഫോറുകളുമടക്കം 37 റൺസെടുത്ത് ബംഗളൂരുവിന് വലിയ ഭീഷണിയായിരുന്ന റിക്കൾട്ടനെ സുയാഷ് തന്റെ ഗൂഗ്ലിയിൽ കുടുക്കി. ഒരു സ്ലോഗ് സ്വീപ്പിന് ശ്രമിച്ച റിക്കൾട്ടന്റെ ബാറ്റിൽ തട്ടിയുയർന്ന പന്ത് ഷോട്ട് തേർഡ് മാനിൽ ഭുവനേശ്വർ കുമാറിന്റെ കൈകളിൽ സുരക്ഷിതമായി വിശ്രമിച്ചപ്പോൾ RCB മന്ത്രങ്ങളാൽ വാങ്കഡെ മുഖരിതമായി. ഇതേ ഓവറിലെ 5-ാം പന്തിൽ തിലക് വർമ്മയെയും സുയാഷ് വീഴ്ത്തി. ഒരു മോശം ഡെലിവറി സ്വീപ്പ് ചെയ്യാൻ ശ്രമിച്ച് ഷോർട്ട് ഫൈൻ ലെഗിൽ ജേക്കബ് ഡഫിക്ക് അനായാസ ക്യാച്ച് നൽകിയാണ് തിലക് മടങ്ങിയത്. വാങ്കഡയിലെ നീലക്കടൽ പെട്ടെന്ന് നിശബ്ദതയിലേക്ക് വഴുതി വീണു. പതറിപ്പോയ മുംബൈയെ കരകയറ്റാൻ നായകൻ ഹർദിക് പാണ്ഡ്യ നേരിട്ടിറങ്ങി. സുയാഷിന്റെ ആ ഓവറിലെ അവസാന പന്തിൽ താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഒരു കൂറ്റൻ സിക്സർ സ്റ്റാൻഡ്സിന്റെ മുകൾ തട്ടിലേക്ക് പറത്തി ഹർദിക് തന്റെ പോരാട്ട വീര്യം വ്യക്തമാക്കി. 9-ാം ഓവറിൽ കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ സൂര്യകുമാർ യാദവിനെതിരെ ബംഗളൂരു ഒരു റിവ്യൂ എടുത്തത് പരാജയമായി മാറി. 10-ാം ഓവറിൽ സുയാഷ് ശർമ്മയ്ക്കെതിരെ തുടർച്ചയായ 2 തകർപ്പൻ ഫോറുകളടിച്ച് സൂര്യകുമാർ തന്റെ ക്ലാസ് തെളിയിച്ചു. തൊട്ടുപിന്നാലെ ഹർദിക്കും സുയാഷിനെ കട്ട് ചെയ്ത് ബൗണ്ടറി കടത്തി. 11-ാം ഓവറിൽ പരിചയസമ്പന്നനായ ഭുവനേശ്വർ കുമാർ പന്തെറിയാനെത്തിയെങ്കിലും ഹർദിക്കിന്റെ ബാറ്റ് അഗ്നി വർഷിക്കുകയായിരുന്നു. തുടർച്ചയായ 2 ഫോറുകൾ നേടി ഹർദിക് സ്കോർ ഉയർത്തി. എന്നാൽ 13-ാം ഓവറിൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്ന് സംഭവിച്ചു. കൃണാൽ പാണ്ഡ്യ പന്തെറിയാനെത്തിയപ്പോൾ ക്രീസിൽ അപകടകാരിയായ സൂര്യകുമാർ യാദവ് ആയിരുന്നു. കൃണാലിന്റെ ഫുൾ ലെങ്ത് പന്തിൽ സൂര്യകുമാർ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ചു. എന്നാൽ പന്ത് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ നിന്ന് റാസിക് സലാം ദാറിന്റെ കൈകളിലേക്ക് നേരിട്ട് ചെന്നു ചേർന്നു. 22 പന്തിൽ 5 ഫോറുകളടക്കം 33 റൺസെടുത്ത് സൂര്യകുമാർ മടങ്ങുമ്പോൾ കൃണാൽ പാണ്ഡ്യ യാതൊരു ആഘോഷവുമില്ലാതെ ശാന്തനായി തലകുനിച്ച് വാങ്കഡയുടെ നിശബ്ദതയെ ആസ്വദിക്കുകയായിരുന്നു. സ്റ്റേഡിയം മുഴുവൻ വീണ്ടും ബംഗളൂരു ആരാധകരുടെ നിയന്ത്രണത്തിലായി. 14-ാം ഓവറിൽ സുയാഷ് ശർമ്മയ്ക്കെതിരെ ഹർദിക് ഉയർത്തിയടിച്ച പന്ത് ലോങ് ഓണിൽ ഓടിയെത്തിയ കൃണാൽ പാണ്ഡ്യ അതിശക്തമായി പന്തിന്മേൽ വീഴുകയും കൈയിൽ തട്ടി പന്ത് ബൗണ്ടറി കടക്കുകയും ചെയ്തു. ഓവറിലെ അവസാന പന്തിൽ ഷെർഫെയ്ൻ റൂദർഫോർഡ് ഒരു പടുകൂറ്റൻ സിക്സർ കൂടി പറത്തി. എന്നാൽ അതൊട്ടടുത്ത ഓവറിൽ ഹർദിക്കും മടങ്ങിയതോടെ മുംബൈയുടെ നില ആകെ പരിങ്ങലിലായി.
അങ്ങനെ 15 ഓവറിൽ മുംബൈ 4-ന് 147 എന്ന നിലയിലെത്തി. ലക്ഷ്യത്തിലേക്ക് ഇനിയും 94ഓളം റൺസിന്റെ ദൂരമുണ്ടായിരുന്നു. മത്സരം അതിന്റെ അവസാന 5 ഓവറുകളിലേക്ക് കടന്നപ്പോൾ റൺ റേറ്റിന്റെ അമിത സമ്മർദ്ദം മുംബൈ ബാറ്റർമാരുടെ കഴുത്തിൽ കുരുക്കായി മാറി. പന്തുകളുടെ എണ്ണത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ റൺസ് വേണ്ടി വന്നതോടെ ഓരോ പന്തിലും വലിയ ഷോട്ടുകൾ കളിക്കാൻ മുംബൈ ബാറ്റ്സ്മാൻമാർ നിർബന്ധിതരായി. ഈ അവസരം മുതലെടുത്ത ഭുവനേശ്വർ കുമാറും ജേക്കബ് ഡഫിയും തങ്ങളുടെ സകല പരിചയസമ്പത്തും ഉപയോഗിച്ച് ലോകോത്തര ഡെത്ത് ബൌളിംഗ് കാഴ്ചവെച്ചു. കൃത്യതയാർന്ന യോർക്കറുകളും സ്ലോവർ ബൌൺസറുകളും ഉപയോഗിച്ച് അവർ മുംബൈ ബാറ്റർമാരെ ശ്വാസം മുട്ടിച്ചു. കൂറ്റനടിക്കുള്ള ശ്രമത്തിൽ ബാറ്റ്സ്മാൻമാർ പതറിയപ്പോൾ മുംബൈയുടെ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചു. ഡഗ്ഔട്ടിൽ പരിക്കു പറ്റിയിരിക്കുന്ന സാക്ഷാൽ രോഹിത് ശർമ്മ നിസ്സഹായനായി തന്റെ ടീമിന്റെ തകർച്ച നോക്കി നിൽക്കുകയായിരുന്നു. ബംഗളൂരുവിന്റെ ഫീൽഡിംഗ് മികവും ബൌളർമാരുടെ കൃത്യതയും മുംബൈയുടെ വലയറ്റത്തെ കടലാസ് കൊട്ടാരം പോലെ തകർത്തെറിഞ്ഞു. അവസാന ഓവർ പൂർത്തിയാകുമ്പോൾ വാങ്കഡയുടെ നീലക്കടൽ പൂർണ്ണമായും നിരാശയുടെ തമകവൃത്തത്തിൽ വീണുപോയിരുന്നു. ബംഗളൂരു ഉയർത്തിയ 241 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യത്തിനു മുന്നിൽ മുംബൈ ഇന്ത്യൻസിന്റെ പോരാട്ടം വളരെ അകലെ വെച്ച് അവസാനിച്ചു. വിരാട് കോഹ്ലിയുടെയും സംഘത്തിന്റെയും വന്യമായ ആഘോഷങ്ങൾക്കും RCB ആരാധകരുടെ ആരവങ്ങൾക്കുമിടയിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു വാങ്കഡയിൽ ഒരു ഐതിഹാസിക വിജയം സ്വന്തമാക്കി. IPL 2026-ലെ ഏറ്റവും മികച്ച ഈ ഹൈ സ്കോറിംഗ് മത്സരത്തിൽ ബംഗളൂരുവിന്റെ ബാറ്റിംഗ് കൊടുങ്കാറ്റിനും കൃത്യതയാർന്ന ബൌളിംഗിനും മുംബൈ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തി. പരിക്കേറ്റ രോഹിത്തിന്റെ അഭാവവും മധ്യനിരയുടെ തകർച്ചയുമാണ് മുംബൈക്ക് വാങ്കഡയിൽ ഈ വമ്പൻ തോൽവി സമ്മാനിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.